ശരിയാണ്, ഹണി റോസിൻ്റെ പരാതിയിൽ അവർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, മുഖ്യമന്ത്രി നടപടിയെടുക്കാം എന്ന് ഉറപ്പ് കൊടുത്തു. ഇന്ന് രാവിലെ ഇപ്പോൾ പോലീസ് നടപടിയെടുത്തു. നല്ല കാര്യമാണ്. പോലീസ് നിയമപരമായ അവരുടെ ബാധ്യത നിറവേറ്റുന്നു. ഞാൻ പോലീസിനെ വലിയ കൈയടിക്കാനോ പോലീസ് എന്തോ ഒരു വലിയ കർത്തവ്യം നിർവഹിച്ചു എന്ന് മറ്റുള്ള പുകഴ്ത്താനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പോലീസിൻ്റെ ഉത്തരവാദിത്വം ഇതാണ്. പോലീസിന് മുമ്പിൽ പരാതി വന്നാൽ നടപടിയെടുക്കുക എന്നുള്ളതാണ്. എത്ര പരാതികൾ മുമ്പിലുണ്ട്, ഞങ്ങൾ പ്രോപ്പറായി ആക്ഷൻ എടുക്കാത്തത് എന്ന് പോലീസിന് ആലോചിക്കാനുള്ള ഒരു സമയമാണിത്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് എന്തോ മഹാകാര്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലീസ് ചെയ്യാത്ത, ഒരുപക്ഷെ പോലീസ് ഇതിനേക്കാൾ ഈസിയായി ചെയ്യാൻ കഴിയുന്ന, ഇതിനേക്കാൾ കൃത്യമായ എവിഡൻസ് ഉള്ള, ഇപ്പോൾ ഈ ഡബിൾ മീനിങ് ആണ്, എൻ്റെ മുമ്പിൽ നിയമപരമായ വഴികളുണ്ടെന്ന് കോൺഫിഡൻസ് ഈ ബോബി ചെമ്മണൂരുണ്ടല്ലോ, അത്തരം ഒരു കോൺഫിഡൻസും പ്രതികൾക്കില്ലാത്ത തരത്തിലുള്ള വളരെ ക്ലിയർ കേസ് ഓഫ് അറ്റാക്കുകളുടെ സംഗതികൾ പോലീസിന് മുമ്പിലുണ്ട്, നടപടിയെടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കും ചിന്തിക്കാൻ കഴിയുന്നതാണ്. പോലീസിനെ കൊണ്ട് ഭരണകൂടത്തിനും ചിന്തിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. കാരണം പോലീസിന് ആക്ഷൻ എടുക്കാൻ കഴിയുന്നതാണ് ഇത്തരം സംഭവങ്ങളെങ്കിൽ ഇത്തരം പോലീസ് ആക്ഷൻ എടുക്കാത്ത നിരവധിയായ സംഭവങ്ങളുണ്ട്. പോലീസ് നടപടിയെടുക്കാത്ത ഹേറ്റ് ക്രൈംസ് ഇതിനേക്കാൾ വലിയ വിപത്താണത്. നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന വർഗീയവാദികൾക്ക് നാളെ കേരളത്തെ തീരെഴുതി കൊടുക്കാനുള്ള വലിയ രാഷ്ട്രീയ പദ്ധതികൾക്ക് സഹായകരമാവുന്ന നിത്യമൗനം പോലീസ് എടുക്കുന്നുണ്ട്. അത് ഗുരുതരമാണ്. അതുകൊണ്ട് പോലീസ് ശരിയായ ഒരു പാത്തിലേക്ക് വന്നിരിക്കുന്നു. അവരതിനകത്ത് പ്രോപ്പർ ആക്ഷൻ എടുത്തു തുടങ്ങിയിരിക്കുന്നൊന്നും ഞാൻ കാണുന്നതില്ല. ഇത് ഒരു ശുഭകരമായ കാര്യം. ആ ശുഭകരമായ കാര്യത്തിൽ പൂർണ്ണമായും പോലീസ് ശരി വഴിയിലാണെന്ന് വിചാരിക്കണമെങ്കിൽ പോലീസ് ബാക്കിയുള്ള പ്രിവിലേജ് ഇല്ലാത്ത സ്ത്രീകൾക്കും മാധ്യമങ്ങളുടെ അറ്റൻഷൻ ഇല്ലാത്ത സ്ത്രീകൾക്കും ഒരു വരി ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി ഇട്ടാൽ വാർത്തയാകുന്ന ആൾക്കാരാണ് ആരൊക്കെ? ഈ ഹണി റോസിനെ പോലുള്ള ആളുകൾ. അപ്പോൾ എല്ലാവർക്കും നിയമത്തിൻ്റെ കാര്യത്തിൽ തുല്യമായ അവകാശമാണ്. പക്ഷേ ആ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരുടെ പരാതിയിന്മേൽ കൂടി നടപടിയെടുക്കാൻ ഒരു ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാകുമ്പോഴല്ലാതെ ഈ ഇടപെടലെല്ലാം പൂർണ്ണമാണെന്ന് വിചാരിക്കാൻ വയ്യ. ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ ആക്രമണകാരികളെ ഭയന്ന് തുരുത്തുകളിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ കൂടി ആത്മവിശ്വാസത്തോടെ പുറത്തു കൊണ്ടുവരാൻ, പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി നന്നായി ബിഹേവ് ചെയ്തുകൂടെ എന്ന് ഉപദേശിക്കുന്ന SIമാരില്ലാത്ത കാലം, SIമാർ ഇപ്പോൾ ഉണ്ട്. ആ ഇല്ലാത്ത കാലമാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. അതിലേക്ക് പോലീസ് ഇനിയും സഞ്ചരിക്കാനുണ്ട്. ഇത്തരം നടപടികൾ ഹേറ്റിൻ്റെ കാര്യത്തിലും വെറുപ്പിൻ്റെ കാര്യത്തിലും എടുക്കാൻ പോലീസിന് കഴിയട്ടെ. മുഖം നോക്കാതെ ആക്ഷൻ എടുക്കാൻ കഴിയട്ടെ. ഏത് പ്രമാണിമാരായാലും. ഇതിനു മുമ്പ് നമ്മൾ പോലീസിനെ കണ്ടിട്ടുണ്ട്. നടൻ സിദ്ദിഖ് ഒരു പരാതിയിൽ പെട്ടുപോയ സമയത്ത് സിദ്ദിഖിന് ഇതിപ്പോൾ മുൻകൂർ ജാമ്യത്തിന് സമയം കൊടുക്കാതെ വേഗത്തിൽ ആക്ഷൻ എടുത്തു. സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പോകുന്നവരെ സിദ്ദിഖിനെ കാണാനില്ലാതെ പറഞ്ഞ് പോലീസ് ഇരുന്നു. പരമാവധി അയാൾക്ക് അവിടെ നിന്ന് ഇളവ് കിട്ടിയപ്പോൾ എന്താണ് അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം അങ്ങനെ സഹായം ചെയ്ത് കൊടുത്തതിൻ്റെ സമീപ ചരിത്രമുള്ള പോലീസാണ് ഈ കേസിൽ ഇദ്ദേഹത്തെ പിടിക്കുന്നത് എന്ന് കാണണം. അതുകൊണ്ട് നിയമപരമായ ബാധ്യത ഇപ്പോൾ നിറവേറ്റുന്നു. ചില കാര്യങ്ങളിലെങ്കിലും നിയമപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്നത് ശുഭകരവും എന്താ പറയുന്നത് ആശ്വാസദായകവുമായ കാര്യമാണ്. ഈ ബാധ്യത നിറവേറ്റാൻ എല്ലാ കാര്യത്തിലും, എല്ലാ പരാതിക്കാരുടെയും കാര്യത്തിൽ, വെറുപ്പനുഭവിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിലായാലും കൊള്ളാം, ഇങ്ങനെ ലൈംഗിക അധിക്ഷേപം അനുഭവിക്കുന്ന മനുഷ്യരുടെ കാര്യത്തിലെല്ലാം ശരിയാവണ്ണം ബാധ്യത നിറവേറ്റാൻ ഈ സർക്കാരിന് കഴിയട്ടെ, പോലീസിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഒപ്പം ഈ നടപടി കുറച്ച് മനുഷ്യരെയെങ്കിലും ഒന്ന് ഭയപ്പെടുത്തിയിട്ടാണെങ്കിൽ ഭയപ്പെടുത്തിയിട്ട് പിന്തിരിപ്പിക്കുന്നതിൽ അത്രയും ആശ്വാസം.